മീറ്റിംഗിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യാണ്. ചില നാളുകൾക്ക് ശേഷം നിങ്ങളെ മുഖാമുഖം കണ്ട് എനിക്കും ഇന്ന് രാത്രികാലം ദൈവത്തെ ആരാധിപ്പാൻ വലിയവനായി ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തയേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവരെ ധാരാളമായിട്ട് ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രികാലം വിവരങ്ങളിലേക്ക് തരികയാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മെ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. ദൈവത്തിന്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം. ദേശത്തെ വിവിധമായ അനർത്ഥങ്ങൾ പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ തന്റെ മക്കളെ ദൈവം അവിടെ ഇവിടെയായി കരുതിയ കർത്താവിന് കരുതനായി സ്തോത്രം. ഇതിന് പിന്നിൽ ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനം എവിടെ ഉണ്ടോ അവിടെ ദേശത്തിന് വിടുതൽ ദൈവം കൊടുക്കും. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പ്രാർത്ഥനാദിന് വീണ്ടും പ്രാർത്ഥിക്കുന്ന ദിനമായി തീരുവാൻ, പ്രാർത്ഥനയുടെ ദിവസമായി തീരുവാൻ, ദേശത്തിന് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കണം. ആമേൻ. ഏവരെയും ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് ഇന്ന് രാത്രികാലം ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ലീഡ് ചെയ്യുവാനായിട്ട് ബ്രദർ ഇവാഞ്ചലിസ്റ്റ് രൂപസ് പി ജേക്കബിനെ ക്ഷണിക്കുകയാണ്. പ്രിയ ദേവദാസൻ ഈ മീറ്റിംഗ് ആദ്യോടന്തം ഇന്ന് രാത്രികാലം ചെയർമാനായിട്ട് ഈ മീറ്റിംഗ് ലീഡ് ചെയ്യും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ട് മീറ്റിംഗിനെ സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ദിവസത്തിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കി കർത്തസന്നിധിയിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയായി, ഈ രാത്രിയിലത്തെ കൂട്ടായ്മയായി തീരുവാൻ, ചാപ്റ്ററായി നമുക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഏകാഗ്രമാകുന്ന അനുഭവത്തോടെ, ഏകാഗ്രമാകുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിൻ്റെതായിട്ടുള്ള എല്ലാ ചിന്തകളെയും അല്പനേരത്തേക്ക് നമുക്ക് മറന്ന് ദൈവം തരുന്ന ഈ സമയം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദേശത്തിനു വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് അല്പസമയം ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളുടെ മേൽ കർത്താവ് ഉത്തരമരുളേണ്ടതിന്, കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിനൊരു യാഗമായി തീരാൻ, നല്ല ആരാധന അർപ്പിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് എല്ലാവർക്കും അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും അതത് സ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ സണ്ണി പാസ്റ്റർ അവൈലബിൾ ആണെങ്കിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പാസ്റ്റർ സണ്ണി പി സാമുവൽ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല രാത്രിക്കായി സ്തോത്രം. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചില നാളുകൾക്ക് ശേഷമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ സ്വർഗം ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനി പ്ലാറ്റ്ഫോമിനായി സ്തോത്രം. ലോകവ്യാപകമായി ഈ പ്രവർത്തനങ്ങളിലൂടെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനാ വീരന്മാരായി തിരുസന്നിധിയിൽ നിലനിൽക്കുവാൻ സ്വർഗം ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾക്ക് ബലം നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. ഇന്ന് രാത്രിയിലത്തെ ശുശ്രൂഷകളെ എല്ലാം കർത്താവ് ആദരിക്കണമേ. പ്രത്യേകിച്ച് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അതും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹ കാരണമാക്കി സ്വർഗം തീർക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം അങ്ങയുടെ പാദപ്പെടുത്തെങ്കിലായിരിക്കട്ടെ. ഈ മീറ്റിങ്ങിനെ ആദ്യോടന്തം പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിച്ച് നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ ദൈവ കുഞ്ഞാടിന് അർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ താങ്ങി നടത്തും. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനാധ്വനി UA ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ സംഗമമായി കൂടി വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിവുള്ളിടത്തോളം എല്ലാവരും, കഴിയുന്നവർ, ലിമിറ്റേഷൻസ് എനിക്കറിയാം, എങ്കിലും കഴിവുള്ളവർ ദയവായി നിങ്ങളുടെ വീഡിയോ ഓണാക്കി ദൈവസന്നിധിയിലായിരിക്കുക. നമ്മൾ അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കാൻ പോവുകയാണ്.
നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ രാത്രി ഹല്ലേലൂയ ഈ ആരാധനയിലേക്ക് നമ്മെ നയിപ്പാനായി ബ്രദർ ജോബിൻ ഷാജിയെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കൊന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനാ ധ്വനി കൂട്ടായ്മയുള്ള ബന്ധത്തിൽ സ്വം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തിനായ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഈ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനുസരിച്ച് അല്പനേരമായിരിക്കുമ്പോൾ ഏകാഗ്രതയോടെ കർത്താവിനുസരിച്ചായിരിക്കാം. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ചില ഗാനങ്ങൾ പാടി നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകളെല്ലാം ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് ദൈവിക സാന്നിധ്യം ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഭവിച്ചറിയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്ന നന്മകളെ ഉപകാരങ്ങളെ മറക്കാതെ നന്ദിയുള്ളവരായി കർത്താവിനുസന്നിധിയിലായിരിക്കാൻ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നെ തേടി വന്നതല്ല, ഞാൻ നിങ്ങളെ തേടി വന്നതാണ്. കർത്താവിൻ്റെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും തേടി വന്നു, നമ്മെ കണ്ടു. പാപത്തിൻ്റെ കുഴിയിൽ കിടന്നിരുന്ന നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തു, സ്വന്തം രക്തം കൊടുത്തു, വിലയ്ക്ക് വാങ്ങി, സ്വന്തം മക്കളും അവകാശികളുമാക്കി തീർത്ത കർത്താവിൻ്റെ സ്നേഹത്തെ ഒരു പ്രാവശ്യം നമുക്ക് ഓർക്കാം. ആ സ്നേഹത്തെ നമുക്ക് ഓർത്തുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പാടാം. കർത്താവ് ഞങ്ങളുടെ മാറോട് ചേരട്ടെ, ഞാൻ അങ്ങാണ് എൻ്റെ എല്ലാം. ഈ ജീവിതത്തിൽ, ഈ ലോകത്തിൽ നാം എന്ത് നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഈ നേടിയതെല്ലാം മിഥ്യയാണ്, ഈ വെറുതെയാണ്, വൃഥാവായി പോവും. ആകയാൽ നാം ഒരുമിച്ച് ആ പാട്ടിൻ്റെ വരികളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഞാൻ അകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ, താഴ്ചകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മെ വിട്ടുമാറാതെ, നമ്മെ തള്ളിക്കളയാതെ നമ്മെ സ്നേഹിച്ച നല്ല നാഥൻ്റെ സ്നേഹത്തെ ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് നമുക്ക് ധ്യാനിച്ച് ഒരുമിച്ച് പാടാം. നിന്മാരോട് ചേരട്ടെ ഞാൻ യേശുനാഥ. നിന്മാരോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാരോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാരോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാരോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്.
ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, എന്നേരം നീയാണെന്നെല്ലാമില്ല, എന്നുമെന്നും എൻ പിതാവ്. നിൻ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നിൻ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം ഞാനെന്നെല്ലാമില്ല, ഇന്നുമെന്നും എൻ പിതാവ്. നമ്മെ തേടി വന്ന കർത്താവിൻ്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഓർക്കാം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന സമയത്ത്, ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഒരു ദൈവത്തിന് പറയാൻ കഴിയും, അവയൊന്നും എന്നെ തളർത്തിക്കളയുവാൻ, എന്നെ തകർത്ത് കളയാൻ കഴിയില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിലാണ്, ജീവിക്കുന്ന ദൈവത്തിലാണ്. ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന സമയത്ത് കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മെ ചേർപ്പാൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കി നാം കാത്തിരിക്കാം. പാട്ടുകാരൻ പ്രകാരം പറയുന്നു, കണ്ണുനീർ നിറഞ്ഞ ലോകമേ നിന്നിൽ നിന്ന് ഞാൻ മറയട്ടെ, കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ വയ്യൂല തീരത്തിൽ. ആ പ്രത്യാശയുള്ളവരായി നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് നാം ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട്
കരങ്ങളെ അടിച്ച് നമുക്ക് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. യേശുവേ മണാളനെ, പ്രത്യാശയും പ്രദീപമേ, എൻ ആശ ഒന്ന് മാത്രമേ, നിന്നെ കാണുവാൻ വിൺ തേജസ്. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൺ തേജസ്സി, എന്നാശ ഒന്നു മാത്രമേ, കാണുവാൻ വിൺ തേജസ്സി. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ വയുള്ള തീരത്തിൽ. കണ്ണിമയ്ക്കും നോടി നേരത്തിൽ എത്തും ഞാൻ വയുള്ള തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, മൺമറഞ്ഞ സിദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും, മൺമറഞ്ഞ ശുദ്ധരും ജീവനോടിരിക്കും ശുദ്ധരും, നിന്നെ കാളം ധ്വനിക്കുമ്പോ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ. നിന്നെ കാളം ധ്വനിക്കുമ്പോ മണ്ണിൽ നിന്നും വാനിൽ പോകുമേ. കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ,
ദുഃഖീകരണ ഞാൻ തീരും നേരത്തും ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖീകരണ ഞാൻ തീരും നേരത്തും മാനമാറിയും ആരൂമനാഥൻ മാനമാറിയും ആരൂമനാഥൻ അരികിലുണ്ട് തളരുകില്ല അരികിലുണ്ട് തളരുകില്ല തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ഈശാനമൂലൻ അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ ഈശാനമൂലൻ അടിച്ചിടുമ്പോൾ ആശാവിഹീനൻ ഞാനായിടുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് ഇമ്പമാം ശബ്ദം പിൻപിൽ കേട്ടിടും ഇമ്പമാം ശബ്ദം പിൻപിൽ കേട്ടിടും തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ നമ്മെ നമ്മെ കണ്ടാനം നിൽക്കും നാൾ നമ്മെ കണ്ണുനീർ തുടച്ചിടും നാൾ നമ്മെ നമ്മെ കണ്ടാനം നിൽക്കും നാൾ നമ്മൾ കണ്ണുനീർ തുടച്ചിടും നാൾ എന്നോ കാണുമോ എന്നോ സാധ്യമോ എന്നോ കാണുമോ എന്നോ സാധ്യമോ അന്നോ തീരുനീ പാരിൻ ദുരിതം അന്നോ തീരുനീ പാരിൻ ദുരിതം തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ ശത്രു തന്നുടെ തീയം തുകളെ ശത്രു തന്നുടെ തീയം തുകളെ തൊടുത്തിടുന്നു തകർത്തിടുവാൻ തൊടുത്തിടുന്നു തകർത്തിടുവാൻ തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നീടുക നിൻ കൃപാവരങ്ങൾ പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ തന്നീടുക നിൻ നാം പാടിയതുപോലെ ഭാരം പ്രയാസവും ജീവിതത്തിൽ ഏറി വരുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ ഒത്തിരി പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് മറ്റാരും നമ്മെ അറിയാതിരിക്കുമ്പോൾ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം ആ വരികൾ ഇപ്രകാരം പാടുന്നത് ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് പാടാം ആ വരികൾ മാത്രം. ഭാരം പ്രയാസം ഏറും നേരത്തും ദുഃഖിതനായി ഞാൻ തീരും നേരത്തും നമ്മുടെ മനസ്സറിയുന്ന ഒരു നല്ല അരുമനാഥൻ മറ്റാരും നമ്മെ അറിയുന്നില്ലെങ്കിലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കളൊന്നും പലപ്പോഴും നമ്മെ അറിയാതെ പോകുമ്പോഴും നമ്മുടെ മനസ്സറിയുന്ന നല്ലൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഇത്രത്തോളം സമയം കർത്താവിൽ ഒരുമിച്ച് ആരാധിപ്പം ദൈവം സഹായിച്ചല്ലോ. നമ്മളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കട്ടെ, തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആരാധിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കിയല്ലോ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള വചനപ്രകാരം ഭാരം പ്രയാസങ്ങൾ ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നേരിടുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ ഹൃദയത്തെ താങ്ങുന്ന, നമ്മുടെ ഹൃദയ നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഈ രാത്രിയിലത്തെ മീറ്റിംഗിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുന്നിലുള്ള നേതൃത്വത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ബെൻസൺ ഡാനിയലിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ വർഗീസ് തോമസ്, ഇവാഞ്ചലിസ്റ്റ് സാജൻ ജോർജ്, ബ്രദർ അലക്സ്, ഇവരെല്ലാം ഓർത്ത് കർത്താവിന് നന്ദി കരേറ്റുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നേതൃത്വം നമുക്കുണ്ടല്ലോ. കഴിഞ്ഞ 25 വർഷത്തോളം ഈ കൂട്ടായ്മ ഇങ്ങനെ പോകുവാൻ കർത്താവ് കൃപ ചെയ്തു. അനേകർക്ക് വീണ്ടും ഇതൊരാശ്വാസമായി തീരുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കഴിയുന്നിടത്തോളം നിങ്ങൾ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തികഞ്ഞ ഏകാഗ്രതയോടെ ഭയഭക്തിയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. നമ്മായിരിക്കുന്ന അത്രയും സമയം കർത്താവിന്റെ നാമമഹത്വത്തിനായി തീരട്ടെ. കഴിവുള്ളവർ, ഞാൻ നിർബന്ധമല്ല, കഴിവുള്ളവർ അത് ചെയ്യുക. കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി അല്പ സമയത്തെ വേർതിരിക്കുകയാണ്. സിസ്റ്റർ യൂണിഫിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രെയർ കോർഡിനേറ്റേഴ്സിൽ ഒരാളാണല്ലോ പ്രിയ സഹോദരി. തുടർന്നുള്ള നിമിഷം നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നയിക്കും. പ്രാർത്ഥനയോടെ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള ഒരു ആഹ്വാനത്തോടെ, ആ വാഞ്ചയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ അതിനായി ഒരുക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകും. വലിയവനായ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഞാൻ സമയത്തെ വേർതിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കാം. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തുകയെല്ലാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ പൂർണ്ണമായി നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. കരുണ ലഭിപ്പാനും തക്ക സമയത്ത് കൃപ ലഭിപ്പാനുമായി, സഹായത്തിനുള്ള കൃപ ലഭിപ്പാനും നമുക്ക് ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് അടുത്തുകയെല്ലാം. ഞാൻ പറയുന്ന വിഷയങ്ങൾ, ഞാൻ കോമൺ ആയിട്ടുള്ള വിഷയങ്ങൾ പലതും എഴുതി വെച്ചേക്കാണ്. ഞാൻ പറയുന്ന വിഷയങ്ങൾ ഓർത്ത് കഴിയുന്ന ദൈവമക്കള്, ഞാൻ കഴിയുന്ന ആൾക്കാരുടെ പേര് പറയുന്നുണ്ടെങ്കിലും കഴിയുന്നവർ പ്രാർത്ഥിക്കാൻ എന്നോടൊപ്പം തയ്യാറാവണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രത്യേക ആദ്യമായിട്ട് നമുക്ക് UAE ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേക ഈ രാജ്യത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക സ്ഥലങ്ങളിൽ ദൈവമക്കൾ അനേക സ്ഥലങ്ങളിൽ ദൈവമക്കൾ കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഭരണാധികാരികൾ നമുക്ക് സ്ഥലങ്ങൾ, അതിനുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട്. ഇന്ന് ആളുകൾ ഈ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ഇവിടുത്തെ നന്മകളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും നൽകേണ്ടതിന് വേണ്ടി ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഇവിടെ ആയിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, അനേക ദൈവമക്കളുണ്ട്. അവരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ രാജ്യത്ത് നിന്ന് അനേക ദൈവമക്കള്, കാരണം ഈ അന്യദേശത്തായിരിക്കുമ്പോഴാണ് കർത്താവിനെ കണ്ടെത്തുവാൻ പല മുഖാന്തരങ്ങൾ ഒരുക്കപ്പെടുന്നത്. അതുകൊണ്ട് അനേകർ ദൈവസനിലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവസനിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിന് വേണ്ടി പാസ്റ്റർ CK എബ്രഹാം പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കും. പരിശുദ്ധയും എന്നുള്ള സ്വർഗീയ പിതാവേ, ഹാലി കർത്താവേ, അനുഗ്രഹീതമായ നല്ല രാത്രി സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. പവർ പ്രാവശ്യം കൂടുതൽ മുഖത്തേക്ക് നോക്കുവാനും പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവ് നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. സോം പ്ലാറ്റ്ഫോമിലായി ഞങ്ങളുടെ വിഷയ ദേവദാസന്മാർ, സഹോദരന്മാർ, മാതാപിതാക്കൾ എല്ലാവരും കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവ് എന്ന് ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി ദൈവത്തിന്റെ സന്നിധി നിർത്താവേ, ഹല്ലേലൂയ UAEക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കുക. ഞങ്ങൾക്ക് ഇത്രത്തോളം സാധ്യത കർത്താവ് ദൈവത്തെ ആരാധിപ്പാൻ തന്ന നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ ഏപ്രിലേഴ്സുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വിശുദ്ധന്മാർക്കായി സ്വന്തം കർത്താവ് എല്ലാ വിശ്വാസികളെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പുതിയ ദൈവമക്കളൊക്കെ കടന്നിട്ടും കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥാനം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നിരക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോ ദേശത്ത് നടക്കുന്ന എല്ലാ കൂട്ടായ്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ കർത്താവിന്റെ ദാസന്മാരെ ഏൽപ്പിച്ച് കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇന്ന് രാത്രികാലം കർത്താവ് ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കണം. ദൈവികസ്ഥാനം കൊണ്ട് കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാനിക്കണം. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം സലേശ്വര നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനയായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
ഈ യു എയുടെ ദേശത്തേക്ക് യു എയിലേക്ക് അനേകര് ജോലിക്കായി വിസിറ്റ് വിസയിലായി കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് കടന്നു വന്ന സഹോദരങ്ങൾ നിരാശപ്പെടാതെ അവർക്ക് ദൈവം ഒരു നന്മയെ നൽകേണ്ടതിന് വേണ്ടി, അവരുടെ ഉപജീവനത്തിന് ആവശ്യമായ നന്മകൾ ദൈവം അവരുടെ കരങ്ങളിൽ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അനേക സഹോദരങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ നിരാശരാകാതെ കർത്താവ് അവർക്ക് വേണ്ടി ഒരു പുതുവഴി ഒരുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രിയ അന്നമ്മ ആന്റി പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവെ നിങ്ങളുടെ അധ്വാനത്തിനൊക്കെ ശേഷമായി കടന്നു വരുവാൻ കർത്താവെ അല്പസമയം ദർശനത്തിൽ വിഷയങ്ങളെ എടുത്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. നാഥാ, ഹല്ലേലൂയ. വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടെ വിസിറ്റിംഗ് വിസയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ആയ കുഞ്ഞുങ്ങൾക്ക് കർത്താവെ തക്ക സമയത്ത് ജോലി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ, അവരുടെ ഉപജീവന മാർഗമാണ് കർത്താവെ. അവരുടെ ഹൃദയത്തിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കർത്താവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. തന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഭാരപ്പെട്ടു പോകാൻ, പ്രയാസപ്പെട്ടു പോകാൻ അവിടുന്ന് ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥാ, കർത്താവെ ഐയിലുള്ള എല്ലാ കർത്താവെ ദൈവമക്കളെയും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ജോലിയൊക്കെ ഈ നാളുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ, അധികാരികളുടെ ഹൃദയത്തോട് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കടന്നു വന്നിട്ട് അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുവാൻ ഒരിക്കലും അനുവദിക്കരുത് കർത്താവെ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കർത്താവെ ഭൗതികമായിരിക്കുന്ന ഒരു ജോലി നന്മയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല കർത്താവെ. അതിലുപരിയായി കർത്താവെ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ കർത്താവെ പ്രിയപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അതിന് നൽകപ്പെട്ടതായ ഈ വിഷയങ്ങൾ കർത്താവെ അങ്ങയുടെ കാര്യങ്ങളിൽ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ഉത്തരം അറിയിക്കാൻ സ്തോത്രം, സകലമാനോ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയായിട്ടിരിക്കുന്ന സ്തുതിക്കുന്നു. പ്രത്യേക നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അനേക നിരപരാധികൾ അതിന്റെ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ദൈവം അധികാരത്തെ ഞങ്ങളോട് ഇടപെടേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യാതൊരുവിധ പ്രയാസങ്ങൾ ഉണ്ടാകാതെ വണ്ണം ഇനി ദൈവം അതിനെ കാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇരു രാജ്യങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഇന്ത്യയും പാകിസ്ഥാനെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവിടെ ആയിരിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവരൊക്കെയും വളരെ കഷ്ടത്തിലായിരിക്കുന്നു. കാരണം ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അതിർത്തിയോട് ചേർന്ന് അനേക ദൈവമക്കൾ താമസിക്കുന്നുണ്ട്. അതായത് പഞ്ചാബികളായിട്ടുള്ള അനേക ദൈവമക്കൾ താമസിക്കുന്നുണ്ട്. അവരെയൊക്കെയും എൻ്റെ കൂടെ ജോലി ചെയ്ത പലരുടെയും ഫാമിലി അവിടെയുണ്ട്. അവർക്കൊന്നും യാതൊരു വിവരവും ഇല്ലാതെ, ഫാമിലിയെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് മാറേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആർമിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി, അവർക്ക് ആവശ്യമായ സംരക്ഷണം ദൈവം നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് അലക്സ് പ്രാർത്ഥിക്കാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥനാ കർത്താവ് ദൈവമേ, പ്രാർത്ഥനാ കൂട്ടായ്മയെ കടന്നു വരുവാൻ സർവ്വപാലുവായ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന പറയപ്പെട്ട വിഷയത്തെ കർത്താവ് ദൈവമേ പിന്നെയും ഞങ്ങളുടെ കരങ്ങളിൽ കർത്താവ് ദൈവമേ സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് അടിയങ്ങളുടെ മാതൃരാജ്യത്തെ ഓർത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചില ദിവസങ്ങളായ കർത്താവ് ദൈവമേ പലതരത്തിലുള്ള കർത്താവ് ദൈവമേ അസ്വസ്ഥതകൾ കർത്താവ് ദൈവമേ സമാധാനമില്ലാത്ത അവസ്ഥയിൽ രാജ്യവുമായി കർത്താവ് ദൈവമേ ആയിരിക്കുമ്പോൾ യുദ്ധശ്രുതിയുടെയും കർത്താവ് ദൈവമേ സ്വരങ്ങൾ കർത്താവ് ദൈവമേ അതിനും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ദൈവമേ ഇത്രത്തോളം അങ്ങ് നടത്തിയ കൃപകളെ ഓർത്തുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അടിങ്ങളുടെ രാജ്യത്തും കർത്താവ് ദൈവമേ അയൽ രാജ്യത്തും കർത്താവ് ദൈവമേ
പൂർണ്ണമായൊരു സമാധാനം പുലരുവാൻ സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭരണസ്ഥിരാ കേന്ദ്രങ്ങളെയും തീരുമാനങ്ങൾ എടുക്കുന്ന കർത്താവതിയും അധികൃതരെ അവിടുന്ന് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അസമാധാനം ഉണ്ടാകുന്ന രീതിയിൽ കർത്താവതിയുമേ പൗരപ്രവൃത്തികളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ കർത്താവതിയുമേ അപ്പ പൂർണ്ണ സമാധാനവും സന്തോഷവും കർത്താവെ ദേശത്തെങ്ങമാനും കർത്താവതിയുമേ ലോകരാജ്യങ്ങളിലൊക്കെയും കർത്താവതിയുമേ ലഭിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവപ്രവൃത്തികൾ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഇപ്പോൾ അനേകം ജീവിതങ്ങൾ കർത്താവതിയും അനേക സാധാരണക്കാർ കർത്താവതിയുമേ കഷ്ടതയിലും വേദനയിലും ഉറ്റവരും നഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കുന്ന കർത്താവെ അവരെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവതിയുമേ. പ്രത്യേകാൽ ദൈവമക്കളായിരിക്കുന്നവരെയും എല്ലാത്തവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവതിയും എല്ലാ കുടുംബങ്ങളിലും സമാധാനം ലഭിക്കുവാൻ തക്കവണ്ണം അങ്ങ് അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവതിയുമേ. പാട്യങ്ങളുടെ സൈന്യത്തിനായി ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. ഉചിതമായ തീരുമാനങ്ങൾ കർത്താവതിയുമേ ഓരോ സമയത്തും എടുക്കുവാനുള്ള ദൈവകൃപകൾ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവതിയുമേ. നാട്ടിലായിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെയും അപ്പന്റെ കൃപയും ദൈവസാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പത്രവർണ്ണ മടിയങ്ങൾ സമർപ്പിക്കുന്ന വിഷയങ്ങളും മധ്യം എല്ലാം അങ്ങ് അവിടുന്ന് മഞ്ഞുമഴ അയക്കുന്നതിനായി സ്തോത്രം. യാതന കേൾക്കണമേ, മറുപടി അയക്കണം സ്വർഗസ്ഥനായ നല്ല പിതാവേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയായിട്ട് സ്തുതിക്കുന്നു. എത്തിയാല് രോഗികളായി ഭാരപ്പെടുന്ന അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പാസ്റ്റർ ജോസഫ് ഹൃദയാഘാതം മൂലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അദ്ദേഹം വിടുതൽ പ്രാപിച്ചതിന് വീട്ടിലായിരിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സാംസൺ കറ്റാന മേജി ചർച്ചിലെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ സാംസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഐക്യര ചർച്ച് ഓഫ് ഗോഡ് മെമ്പർ ആയിരിക്കുന്ന ബ്രദർ നൈനാന്റെ ഭാര്യ ലീലാമ്മ നൈനാൻ, അത് പ്രിയ സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഖത്തർ ദോഹ IPCയിലെ ഷാരോൺ ബ്രദറിന്റെ പിതാവ് ബോസ് ഡാനിയലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അദ്ദേഹവും രോഗിയായി അഡ്മിറ്റ് ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് പത്താമുട്ടം ചർച്ചിലെ ശുശ്രൂഷൻ പാസ്റ്റർ ജേക്കബ് അബ്രഹാമിന്റെ പിതാവ്, അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ രോഗികളായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു ബബിത എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ട്, പ്രിയ ദേവദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ ഓർത്ത് ബ്രദർ സ്റ്റാറി പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങൾ അതിവാസലുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ഈ വൈകിയ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഇവയുടെ കർത്താവിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ തക്കുന്ന സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയതിനായി കർത്താവിനെ വാഴ്ത്തുന്ന ദൈവമേ. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ചുകൂടി കർത്താവെ സന്തോഷിക്കുവാനും അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന്റെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നതിന് മുമ്പായി പ്രാർത്ഥിച്ച സഹോദരങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കാൻ സ്തോത്രം. പ്രത്യേകാൽ വീണ്ടും കർത്താവ് രോഗികളായി ഞങ്ങളുടെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇവിടെ അനേക പേരുകൾ പറയുവാൻ കൊണ്ടമടിയായി തീർന്നിട്ട് കർത്താവ് പ്രിയ കർത്താവിദാസൻ ജോസഫ്, കർത്താവിദാസൻ സാംസൺ, കർത്താവ് അങ്ങനെ അമ്മേൻ അനേകരുടെ പേരുകൾ പറയുവാൻ കൊണ്ടമടിയായി തീർന്നിട്ട് കർത്താവിദാസി വിദ്യത അമ്മ കർത്താവ് എങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോരോ വിഷയങ്ങളിലൂടെ കർത്താവ് ശാരീരികമായി കർത്താവ് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നല്ലോ. അപ്പ ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് അനേക സഹോദരങ്ങള്, അനേക ആത്മീയ സഹോദരങ്ങള് കർത്താവ് രോഗികളും അനേകമായി പ്രത്യേകിച്ച് അപകടങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നല്ലോ കർത്താവ്. അപ്പൊ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഞങ്ങൾക്ക് അതെല്ലാം പ്രാർത്ഥിക്കുവാനെല്ലാം ലഭിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് കൂടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് ഞങ്ങൾ ഇപ്രകാരം ആമേൻ ഈ പറയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക്, പേര് പറയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, കർത്തദാസന്മാരെ, ദാസിമാരെ, പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് വിവിധ രാജ്യങ്ങളായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വലിയ ദൈവം കരുണയെ വെളിപ്പെടുത്തണമേ. കർത്താവേ ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്ന രക്തത്താൽ കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ആമേൻ കർത്താവ് ജയത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആമേൻ നീ കരുണ തോന്നേണ്ടവനോട് കരുണ തോന്നുകയും ദയ തോന്നേണ്ടവനോട് ദയ തോന്നുകയും ചെയ്യുന്ന ദൈവമായിരിക്കാല് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില് കർത്താവ് മനഃപൂർവ്വമായി ഇടപെട്ട് അവർക്ക് പൂർണ്ണമായ ഒരു സൗഖ്യവും ബലവും കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ആമേൻ മെസ്സേജിലൂടെ ഞങ്ങൾക്ക് അവർക്ക് ദൈവം സൗഖ്യം കൊടുത്ത് അവരെ വിടുവിച്ചു എന്നല്ല അറിയുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നീ പ്രാർത്ഥന യാചനകളും കേട്ടതിനായി സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിരിക്കാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സകലമാനമുഖത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ നല്ല കർത്താവ് രക്ഷകനുമായിരിക്കുന്ന യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. നമുക്ക് പ്രത്യേക
ആക്സിഡന്റ് ആയിട്ട് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് മെമ്പർ ആയിരിക്കുന്ന ബ്രദർ ചാരൻ, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം പൂർണ്ണമായ ഒരു വിടുതൽ കൽപ്പിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദർ ജിതിൻ ജോൺസൺ, ബ്രദർ അനീഷ്, പാസ്റ്റർ ഷൈജു വർഗീസ് ആൻഡ് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കുന്ന സഹോദരിയും അവര് ഒരു മലയാളം AG മലയാളം ഡിസ്ട്രിക്റ്റിന്റെ പാസ്റ്ററാണ് പാസ്റ്റർ ഷൈജു വർഗീസ്. ഇവര് ആക്സിഡന്റിലായിട്ട് അവരെല്ലാം ഹോസ്പിറ്റലും ഭവനങ്ങളിലുമായി വിശ്രമിക്കുകയാണ്. ദൈവമക്കൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവരുടെ ആവശ്യങ്ങളുടെ മേൽ അവരുടെ സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, മാതാപിതാക്കളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ത്യ രാജ്യത്തെ മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്ത് അനേകം മിഷണറിമാര് ഇപ്പൊ അടുത്ത തന്നെ പാസ്റ്റർ നിക്കി റാം ഈസ്റ്റ് UP-യില് സുവിശേഷം പ്രചരിപ്പിച്ചു എന്നുള്ളൊരു കുറ്റം പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവമക്കൾ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ അറിയാത്ത അനേക ദേവദാസന്മാര് ജയിലിനുള്ളിലായിട്ടുണ്ട്. അവരൊക്കെ ക്ഷീണിച്ചു പോകാതെ അന്ത്യത്തോളം കർത്താവിന് വേണ്ടി നിൽപ്പാൻ തക്കവണ്ണം ദൈവം അവരെ സഹായിക്കുന്നതിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കാം. സഹോദരിമാരാരെങ്കിലും പ്രാർത്ഥിക്കാമോ? സിസ്റ്റർ ഓമന. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, പേർ പറയപ്പെട്ട വിഷയങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വിവിധയിടങ്ങളിലിരുന്ന് അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് വരുവാനും സമയഭേദം കൂടാതെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ അഭയാചനകളെ കഴിപ്പാനും തന്ന കൃപകൾക്കായി സ്തോത്രം. ഈ രാത്രിയിൽ കർത്താവെ, രോഗികളായി ഭാരപ്പെടുന്നവരെ, പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന പേർ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ദൈവമുൻപാകെ സമർപ്പിക്കുന്ന കർത്താവെ, അവിടുത്തെ കരം അവർക്ക് അനുകൂലമായി വരണം. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം തൊട്ട് അവരെ സൗഖ്യമാക്കേണ്ടതിനായി ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പരിശുദ്ധ ദൈവമേ, നോർത്ത് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ മിഷൻ വർക്ക് ചെയ്യുന്ന ദാസിദാസന്മാരെ ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. പ്രത്യേകമായി കർത്താവെ, ഞങ്ങളുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രയാസങ്ങളുടെ മുൻപിൽ കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ മിഷണറിമാരെല്ലാം അവിടെ ഇടങ്ങളായി കർത്താവെ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ജാമ്യം ലഭിക്കാതെ ജയിലിലായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ജാമ്യം ലഭിക്കേണ്ടതിനായി അവർക്ക് വിടുതൽ ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ മിനിസ്ട്രി പൂർവാധികം ഭംഗിയായി ചെയ്യുവാൻ അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിനായി, ധൈര്യം ലഭിക്കേണ്ടതിനായി കർത്താവെ, അവരുടെ പ്രതികൂലങ്ങൾ അവരെ അതിജീവിച്ചുകൊണ്ട് അതിന് മുൻപിൽ കർത്താവെ, നിന്റെ സാക്ഷികളായി നിൽപ്പാനുള്ള കൃപ നീ അവർക്ക് കൊടുക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങയുടെ കരം അവർക്ക് അനുകൂലമായി വരണം കർത്താവെ. ഇന്ത്യ രാജ്യത്തെ കർത്താവ് വിവിധയിടങ്ങളിലായിരിക്കുന്ന എല്ലാ മിഷണറിമാരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനെയും, ഉപദ്രവം സഹിക്കുന്ന പാസ്റ്റേഴ്സിനെല്ലാം ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന, പ്രത്യേകമായി കർത്താവെ അതിർത്തിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മിഷണറിമാരെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ. പഞ്ചാബിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം സൂക്ഷിക്കുമാറാകണമേ കർത്താവെ. അവിടുത്തെ ബലവും ശക്തിയും ആരോഗ്യവും നൽകി നിന്റെ കുഞ്ഞുങ്ങളെ നടത്തുന്നതിലുപരിയായി കർത്താവെ, കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അവർ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരൊക്കെ അനുഗ്രഹപാത്രമായി തീരേണ്ടതിന് ഇന്ന് രാത്രി ഞങ്ങൾ വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ പ്രതികൂലങ്ങൾ ദൈവം അവരോട് കൂടെ ഇരിക്കണം കർത്താവരെ ധൈര്യപ്പെടുത്തണം. പ്രാർത്ഥനയുടേതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ പ്രാർത്ഥനയായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ആയിരിക്കും നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെയധികം പ്രയാസമുള്ള ഘട്ടത്തിൽ കൂടിയാണ് നമ്മളൊക്കെയും കടന്നു പോകുന്നത്. അനേക കുഞ്ഞുങ്ങള് നമുക്ക് പ്രത്യക്ഷത്തിൽ അവരെ ഒന്നും നോക്കുമ്പോൾ യാതൊരുവിധ കുഴപ്പവും ഇല്ല എങ്കിലും അവരുടെ രഹസ്യ ജീവിതത്തിൽ പലപ്പോഴും തെറ്റായ പാതയിൽ കൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ തലമുറകളെ ദൈവസേനയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരും നഷ്ടപ്പെട്ടു പോകാതെ ദൈവസേനയിലേക്ക് കടന്നു വരേണ്ടതിന്, ദൈവസേനയിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടി നമുക്ക് നമ്മുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചല്ലോ, എത്രത്തോളം ദൈവം നമ്മെ നടത്തിയതിനായി ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേക ഈ പ്രാർത്ഥനാധ്വനിക്ക് നേതൃത്വം നൽകുന്ന പ്രത്യേക കർത്താവിന്റെ ദാസനെ പ്രിയ ബെൻസബാസ്റ്റയും കുടുംബത്തെയും ദിവസത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ ദേവദാസിയും നമുക്ക് അറിഞ്ഞ പോലെ പ്രിയ ദേവദാസിയും ആക്സിഡന്റിന്റെ ഒരു അനന്തരഫലമായിട്ട് വിശ്രമത്തിലായിരിക്കുന്നു. പ്രിയ ദേവദാസിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ ഒരു സൗഖ്യത്തോടെ അതിശക്തമായ കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ തക്കവണ്ണം കർത്താവെ തുടർന്ന് അവരെ എടുത്തുപയോഗിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത്
ബ്രദർ ഹെർബർട്ട് ജോൺ പ്രാർത്ഥിക്കാമോ? പിതാവേ, നല്ല നിമിഷങ്ങൾക്കായി വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയായി വലിയ സമയത്ത് തിരുവാതിരത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ച ഞങ്ങളുടെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ തലമുറകളെ ദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. നശിച്ചു പോകുന്ന ലോകത്തിൽ കർത്താവെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കുഞ്ഞുങ്ങളെ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും കർത്താവിനെ അറിയുന്നവരായി തന്നെ ജീവിപ്പാൻ ദൈവ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ നിത്യതയിൽ കാണുവാൻ സ്വർഗപടിയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരനിൽ കർത്താവെ പ്രാർത്ഥന ധ്വനിക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ അഭിഷിക്തന്മാരെ ദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ പാസ്റ്ററെ കുടുംബത്തെ തിരുകരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ഭവനത്തിൽ ആ വിശ്രമത്തോടു കൂടിയിരിക്കുമ്പോൾ ദൈവകൃപ കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് കർത്താവെ ദൈവിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും വിശക്തനെ കുടുംബമായി അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഒരു പ്രാവശ്യം കൂടി ദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനിയോഗത്തിന്റെ അകത്തവരെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥനകടനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ആ ഗ്രൂപ്പിൽ കൂടെ ലഭിക്കുന്നുണ്ട്. അതെല്ലാം കഴിയുന്നതും ഞാൻ എടുത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും അനേക വിഷയങ്ങൾ എടുത്ത് പറയാത്ത അനേക വിഷയങ്ങളുണ്ട്. എങ്കിലും നമുക്ക് അതിനെയൊക്കെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പാൻ തക്കവണ്ണം പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും കഴിയട്ടെ. ഇത്രയും സമയം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞല്ലോ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. സർവ്വസ്നേഹ ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും കർത്താവിന്റെ പ്രവൃത്തി കാണുവാൻ കോണം ദൈവയുടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിടെ എന്റെ പ്രാർത്ഥനാ കുറവുകളോ കർത്താവിടെ ഞങ്ങളുടെ ആരുടെയും കുറവുകളോ കർത്താവിടെ തടസ്സമായി അങ്ങ് ഓർക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ച എല്ലാ നന്മകൾക്കായി, കരുണയ്ക്കായി, വിശ്വസ്തതയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen, amen, amen. Thank you, Sister Uni. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവ് മഞ്ഞുമഴ അയച്ച് അതിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലത്തെയും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. അതുകൊണ്ട് നാം യാചിച്ച എല്ലാ വിഷയത്തിന്റെ മേലും കർത്താവിന്റെ കരം പ്രവർത്തിച്ചിരിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ മേലുള്ളതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നമ്മ വചന ശുശ്രൂഷയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ദൈവസന്നിധിയിൽ പാട്ടുപാടി കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഒരു ഗാനം ആലപിക്കുന്നതിനായി ജോയിൻ ബ്രദറിനെ വീണ്ടും ക്ഷണിക്കുന്നു. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. പാട്ടുകാരൻ ഇപ്രകാരമാണ് പാടുന്നത്: നാം നനച്ചതിനേക്കാളിലൊക്കെ അത്യന്തപരമായി ശ്രേഷ്ഠപരമായി ദൈവം നമ്മെ ഈ ഭൂമി നിലനിർത്തി. അതാവിൻ്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി ഓർക്കാം. നമ്മുടെ കഴിഞ്ഞ കാലം നാം ഓർക്കുകയാണെങ്കിൽ നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയും നമ്മുടെ പണ്ടുള്ള നമ്മുടെ അവസ്ഥകളെയും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഇപ്രകാരം ചിന്തിക്കാൻ കഴിയും: ഇതിനൊന്നും ഒരു യോഗ്യതയും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന ദാനം. പലരുടെ മുമ്പിൽ നമ്മളെ ഒരു അത്ഭുതമായി ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഈ പാട്ടിൻ്റെ വരികളെ ചേർന്ന് പാടാം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻ കട്ടയേക്കാളും
മധുരം തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. ഒരുമിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീനച്ചതിലും മേൽത്തരമാ ഊഴിയിൽ നിർത്തിയല്ലോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാ ഏഴയനെ ബലത്തോടെ നിർത്തിയല്ലോ. എന്ന് ചേർപ്പടാം. കഴിഞ്ഞ കാലം ഞാനോർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ. ബലഹീനനാ ഏഴയനെ ബലത്തോടെ നിർത്തിയല്ലോ. ഒരുമിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാണ്. താങ്ക് യു ബ്രദർ. കർത്താവ് നമ്മെല്ലാം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കുടുംബങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. പാടുവാൻ ദൈവം നമ്മെ ഇടയാക്കി.
തുടർന്ന് നാം ദൈവജന കേൾവിക്കായി ഒരുങ്ങുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ കർത്തൃസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. തേനിലും മധുരമായ ദൈവത്തിന്റെ വചനം അത് രുചിക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയല്ലോ. തുടർന്ന് വചന കേൾവിക്കായി നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പ്രിയ ബെന്നിബറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. UA ചാപ്റ്ററിന്റെ പ്രാർത്ഥനാ ധ്വനിയുടെ മീഡിയ കോർഡിനേറ്റർ ആയി താൻ പ്രവർത്തിക്കുന്നല്ലോ. കർത്താവ് കൊടുക്കുന്ന സമയം അത്രയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആയിരിക്കാൻ പ്രിയ സഹോദരനെ ദൈവം സഹായിക്കുന്നല്ലോ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിന്റെ കേൾവിക്കായി തന്നിലൂടെ കർത്താവ് നമ്മോട് ഇടപെടേണ്ടതിനായി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രിയ ബ്രദറിനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ശ്രേഷ്ഠന്മാരായ നിപുണന്മാരായ വേദശാസ്ത്രജ്ഞന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നതെന്ന് എനിക്കറിയാം. അവരുടെ നടുവിൽ ഏഴയായ പാപിയായ എനിക്ക് വചനവുമായി നിൽക്കുവാൻ ഒരവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന പ്രഗത്ഭരായ അധ്യാപകരുടെ മുൻപിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ദൈവം എനിക്കും കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പ്രാർത്ഥനാധ്വനിയുടെ UA ചാപ്റ്ററിന്റെ ഈ മാസത്തെ ഹല്ലേലൂയ മീറ്റിങ്ങിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അഭിഷിക്തൻ പ്രാർത്ഥനാധ്വനിയുടെ ഇന്റർനാഷണൽ ഡയറക്ടർ ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ദാനിയേൽ അവർകൾ, ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ വർഗീസ് തോമസ് അവർകൾ, വൈസ് ചെയർമാൻ ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സാജൻ ജോർജ് അവർകൾ, ജനറൽ കോർഡിനേറ്റേഴ്സ്, പ്രയർ കോർഡിനേറ്റേഴ്സ്, മിഷൻ കോർഡിനേറ്റേഴ്സ്, മീഡിയ കോർഡിനേറ്റേഴ്സ്, സബ് എഡിറ്റേഴ്സ്, മറ്റ് കമ്മിറ്റി മെമ്പർമാർ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്ന് രാത്രികാലം ഗാന ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തിയ പ്രിയ എൻ്റെ സ്നേഹിതൻ ബ്രദർ ജോബിൻ ഷാജി, ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ആരംഭത്തിൽ തന്നെ പ്രത്യാശയുടെ വചനങ്ങളാണ് ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ദൈവാത്മാവ് തന്നതും പ്രത്യാശയെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഹല്ലേലൂയ. അതിന് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യാശയുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. പ്രത്യേകമായി ഹല്ലേലൂയ നമുക്കൊരു വചനം എടുക്കാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 16-ാമത് വാക്യം ഞാൻ തന്നെ വായിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാൽ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാൽ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, സർവശക്തനായ ഞങ്ങളുടെ നാഥ, രാത്രിയിലെ നല്ല നിശബ്ദതയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അദൃശ്യമായ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടങ്ങ് സംസാരിക്കുവാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിദൂരതയിൽ ഇരുന്നു കൊണ്ട് ഹല്ലേലൂയ കർത്താവേ, ഈ മീഡിയയിലൂടെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവാത്മാവ് ഇടപെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാര പോരുകളെയും അതിന്റെ ശക്തികളെയും നസറനായ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വലിയ ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥന ഇവിടുന്ന് കേട്ടതിനായി സ്തോത്രം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച നിത്യമായ പ്രത്യാശ, നല്ല പ്രത്യാശ, നിത്യാശ്വാസം നൽകുന്ന പ്രത്യാശ, അത് നമ്മളെ വഴി നടത്തേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ പ്രത്യാശയുടെ കാരണഭൂതനായ കർത്താവ് വീണ്ടും വരുവാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഉറപ്പും ധൈര്യവുമുള്ള എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ആ നല്ല പ്രത്യാശയോടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ജീവിച്ചെടുക്കുവാൻ സ്വർഗം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ജീവനുള്ളതായ പ്രത്യാശ. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ആ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുനരുദ്ധാനത്തെ കുറിച്ചുള്ള പ്രത്യാശയിൽ ഹല്ലേലൂയ നാം ഭാഗഭാക്കാക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന്റെ സമയമായിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളിൽ പലവിധമായ സംഭവങ്ങൾ കേൾക്കുന്നു. യുദ്ധസ്തുതികൾ, ഭൂകമ്പങ്ങൾ, ഹല്ലേലൂയ, സുനാമികളൊക്കെ ഹല്ലേലൂയ വരുന്നു പോകുന്നു. ഹല്ലേലൂയ. അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മൾ നിരുത്തരവാദികളായിരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയാകരുത് എന്നുള്ളതാണ് പ്രാർത്ഥനാ ധ്വനിയുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതായ എല്ലാ ഗ്രൂപ്പുകളുടെയും ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 1:37 പറയുന്നുണ്ട്, ദൈവത്തിന് ഒരു അസാധ്യമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സാധ്യമായത് മാത്രമേ ദൈവം പ്രവർത്തിക്കൂ. നമ്മുടെ പ്രാർത്ഥന ധ്വനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ പ്രയർ വാരിയേഴ്സിന്റെ ഏറ്റവും ഹല്ലേലൂയ വലിയ ബലം എന്ന് പറയുന്നത് അത് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേലെ നമുക്ക് ഹല്ലേലൂയ ജയം നൽകുന്ന ദൈവം കൂടെ ഉണ്ടെന്നുള്ള ആ പ്രത്യാശ. ഹല്ലേലൂയ. ആ പ്രത്യാശയില്ലാതെ നമുക്കൊരിക്കലും ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുകയോ അതിന്റെ മേൽ ജയമെടുക്കുകയോ കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹല്ലേലൂയ, നമ്മൾക്കൊന്ന് മാത്രം അറിയാം, യേശുവിനെ അറിഞ്ഞിട്ട് 100 അനുഭവങ്ങൾ നമ്മുടെ നടുവിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ഒരു വാഴ്ത്തപ്പെടുന്ന മേഖല ഹല്ലേലൂയ നമ്മൾക്ക് വേണ്ടി ദൈവം തരുവാൻ പോവുകയാണെന്നുള്ള ഉറപ്പും ധൈര്യവും പ്രത്യാശയുമുള്ളവരായി നാം ആയിരിക്കേണ്ടത് ആവശ്യമാണ്. പരിമള തൈലം നമ്മുടെ മേൽ പകരുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ ആത്മാവിനെ കൊടുക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ നമ്മുടെ കാതുകളിൽ നമ്മൾ കേൾക്കുന്നത് ഹല്ലേലൂയ വ്യാജത്തിന്റെ ആത്മശക്തികൾ പെരുകിക്കൊണ്ടിരിക്കുന്ന വേളകളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. പത്മോസിന്റെ ദ്വീപില് ഏകനായി യോഹന്നാൻ ഇരുന്നപ്പോൾ അവരുടെ മുമ്പിലേക്ക് കടന്നു വന്ന കർത്താവായ യേശു അവനോട് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഹല്ലേലൂയ. വെള്ളോടിൻ സദൃശമായ കണങ്കാലുകളോട് കൂടിയവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. ഹല്ലേലൂയ. ആ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാന്റെ സമീപത്തെ കടന്നു വരികയായി. ക്രൂശിന്റെ ഹല്ലേലൂയ മുൻപിൽ നിന്നും സ്ത്രീകൾ ഏകനായി കാണപ്പെട്ട കർത്താവിന്റെ ശ്രേഷ്ഠനായ സ്നേഹിതനാണ് യോഹന്നാൻ എന്ന് നമുക്കറിയാം. ഏറ്റവും ചെറുപ്പക്കാരനായ യേശുക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന് പറയപ്പെടുന്ന യോഹന്നാൻ ഹല്ലേലൂയ പല വിധത്തിലുള്ള മരണകരമായ പല ഹല്ലേലൂയ മേഖലകളിൽ കൂടി കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അദ്ദേഹത്തെ ഹല്ലേലൂയ തിളച്ച എണ്ണയിലിട്ട് കൊല്ലുവാൻ ശ്രമിച്ചു, അറക്കവാളിനാൽ അറക്കുവാൻ ശ്രമിച്ചു. ഇതൊന്നും സാധിക്കാതെ വന്ന വേളകളിലാണല്ലോ ഹല്ലേലൂയ അദ്ദേഹത്തെ ഏകാന്തമായി ഹല്ലേലൂയ പല ഹല്ലേലൂയ കിരാതമായ ക്രൂരന്മാരായ ആളുകളെ കൊണ്ടിടുന്ന മേഖലകളിൽ കൊണ്ടിട്ട് പത്മോസിന്റെ ഏകാന്തതയിൽ കൊണ്ടിട്ട് അദ്ദേഹത്തെ മരിക്കുവാൻ തക്കവണ്ണമുള്ള ഹല്ലേലൂയ വ്യക്തി ജീവിതമാക്കി തീർക്കുവാൻ ഉപേക്ഷിക്കുവാൻ ഇടയായത്. ഏകാന്തതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഇറങ്ങി വന്ന് ആശ്വാസം നൽകുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രിയ രൂപോസ് ബ്രദർ പ്രാർത്ഥിച്ചതുപോൽ പറഞ്ഞൊരു വാചകം പോലെ ഹല്ലേലൂയ ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുന്ന ദൈവമല്ല, പുകഞ്ഞ തിരിയെ കെടുത്തുന്ന ദൈവമല്ല. ഏകാന്തതയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയി കഷ്ടപ്പെട്ടതിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. സ്തോത്രം. തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ ദർശനം യോഹന്നാന് നൽകപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത് ഹല്ലേലൂയ അവിടുത്തെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഉദ്ഘോഷിക്കുവാൻ തക്കവണ്ണം ഒരു നല്ല ഹല്ലേലൂയ മാതൃകയാകുന്ന പാത്രമാക്കി യോഹന്നാനെ തിരഞ്ഞെടുത്തതിനാലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
യേശുക്രിസ്തുവിന്റെ കഷ്ടതയിലും അവന്റെ രാജ്യത്തിലും അവകാശിയായി തീരുവാൻ തക്കവണ്ണം നമ്മളെ വിളിച്ചവനായ ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമ്മൾക്ക് ഈ ജീവിതത്തിൽ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ കഷ്ടതയിൽ കൂട്ടാളികളായി ഇരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണല്ലോ. യെസ്, കർത്താവിന് പ്രസാദകരമായത് കർത്താവിന്റെ തേജസ് നമ്മിൽ വെളിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രത്യാശയോടുള്ള നമ്മുടെ ജീവിതത്തില് ഹല്ലേലൂയ ഭാഗ്യകരമായ പ്രത്യാശയെക്കുറിച്ച് നമ്മളോട് ദൈവാത്മാവ് പറയുന്നുണ്ട്. തീത്തോസിന്റെ 2:12 പറയുന്നുണ്ട്, നമ്മൾ ഭാഗ്യകരമായ ഒരു പ്രത്യാശയുടെ നടുവിലാണ് നമ്മളുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് തന്റെ ശിഷ്യന്മാരോട് മുന്നമേ പറഞ്ഞത് കർത്താവിന്റെ വാക്കുകളിലൂടെ നമ്മൾ ശ്രവിക്കുമ്പോൾ ഹല്ലേലൂയ അധർമ്മത്തിന്റെ മർമ്മം മുമ്പേ വ്യാപരിക്കൂ എന്ന് തന്റെ ശിഷ്യന്മാരോട് ഹല്ലേലൂയ ദൈവം പറഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ തന്റെ ജനത്തിന് വരുവാനിരിക്കുന്ന സകല കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും കുറിച്ച് മുൻകൂട്ടി പറഞ്ഞത് ഹല്ലേലൂയ മനസ്സിലാക്കുവാൻ തക്കവണ്ണം തന്റെ പുസ്തകങ്ങളിൽ എഴുതി ചേർക്കുവാൻ പരിശുദ്ധിയാത്മാവിന് നമ്മളോട് കരുണ തോന്നി. ആ കരുണയോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യാശ ഹല്ലേലൂയ അത് നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും വെളിപ്പെട്ടു വരുമാറാകട്ടെ. ഹല്ലേലൂയ. നിശ്ചയമായും ഹല്ലേലൂയ സ്ഥിരമായതുമായ ഒരു പ്രത്യാശയാണ് നമ്മുടെ മുൻപിലുള്ളത്. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിനൊരു നങ്കൂരം തന്നെയാണ്, അത് നിശ്ചയമായും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാണ്. ആ പ്രത്യാശ നമ്മളെ ഹല്ലേലൂയ ഹല്ലേലൂയ കൃപാസനത്തിന് അരികിലേക്ക് അടുപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രത്യാശ തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ അകന്ന് നിൽക്കേണ്ടവരല്ല. അല്ലെങ്കിൽ നമ്മൾ പ്രത്യാശയുള്ളവരായി കർത്താവിന്റെ അരികിലേക്ക് കൃപാസനത്തിലേക്ക് അല്ലെങ്കിൽ ഏതു സമയത്തും ഓടിച്ചെല്ലുവാൻ വേണം കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ കഷ്ടതയിലും അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുനീരിന്റെ സമയത്തും അല്ലെങ്കിൽ നമ്മളെ തള്ളിക്കളഞ്ഞു നമുക്ക് തോന്നാമെങ്കിലും എന്നാൽ ഹല്ലേലൂയ നമ്മളുടെ കൂടെ ഹല്ലേലൂയ നമ്മളെ പണിയുന്നൊരു ദൈവം നമ്മളുടെ കൂടെയുണ്ട്. നമ്മൾ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടല്ലോ. അല്ലെങ്കിൽ പിശാച് എന്തിനു വേണ്ടിയാണ് നമ്മുടെ നടുവിൽ കടന്നു വരുന്നത്? അവൻ കള്ളനാണ്. ഹല്ലേലൂയ. അവൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അത്രേ അവൻ നമ്മളുടെ നടുവിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വരുന്നത് നമുക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും അത്രേ. നമ്മൾ ഹല്ലേലൂയ പല വ്യക്തി ജീവിതങ്ങളുടെയും ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയതായ ഒരു കാര്യം, ഒരു നല്ല കുടുംബ ജീവിതം ഹല്ലേലൂയ കാണുമ്പോൾ പിശാചിന് ആ കുടുംബത്തെ തകർക്കുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ടാകും. ഒരു നല്ല സാമ്പത്തിക നന്മകൾ കണ്ട് ആനന്ദിക്കുമ്പോൾ പിശാചിന് അവനെ എങ്ങനെയെങ്കിലും തകർക്കുവാൻ തക്കവണ്ണമുള്ള ആഗ്രഹമുണ്ടാകുന്നു. അവൻ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഇടയാകുന്നു. ഒരു രണ്ടുപേര് തമ്മിൽ ഐക്യപ്പെട്ട് ഹല്ലേലൂയ മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് നടുവിൽ മൂന്നാമനായി നുഴഞ്ഞു കയറി ചെന്ന് അവരുടെ ഐക്യതയെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് ആഗ്രഹിക്കുന്നു. ആത്മഹത്യയിലേക്ക് തള്ളിവിടുവാൻ തക്കവണ്ണമുള്ള കാരണങ്ങളെ ഉളവാക്കിയെടുത്ത് ഹല്ലേലൂയ പിശാച് തകർക്കുവാൻ ഹല്ലേലൂയ ഇടയാക്കി തീർക്കുന്നു. എന്നാൽ ഹല്ലേലൂയ രോഗികളായി ഭാരപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് ആഗ്രഹിക്കുന്നു. എന്നാൽ സമൃദ്ധിയായ ജീവൻ നൽകുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശയുടെ കാരണം. അങ്ങനെയാണല്ലോ നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നമ്മൾ മറുപടി കണ്ടെത്തുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളുടെ പ്രാർത്ഥന ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയാകുമ്പോൾ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും ദൈവപ്രവൃത്തി വെളിപ്പെടുമാറുമാകുമെന്ന് ഹല്ലേലൂയ നമ്മൾക്ക് മനസ്സിലായി നമ്മൾ ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പ്രത്യാശയുടെ ബഹിർസ്ഫുരണങ്ങൾ ഉണ്ടാകുകയും അവിടെ ഹല്ലേലൂയ ആ വ്യക്തി ജീവിതത്തിന് വിടുതൽ ഉണ്ടാകുകയും ചെയ്യും. ഹല്ലേലൂയ ഈ അടുത്ത ദിവസങ്ങളിൽ 19 വയസ്സുള്ള ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരന്റെ സഹോദരി ഹല്ലേലൂയ
ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിലായിരിക്കുന്നല്ലോ അക്സമോള് 19 വയസ്സുള്ള ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഹാലലിയ, ഇന്നലെ ഹാലലിയ വെന്റിലേറ്ററിലായിരുന്ന ആ കുഞ്ഞ് പ്രതികരിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഹാലലിയ നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ കരം അവിടെ ഇറങ്ങി ഹാലലിയ അവരുടെ ഫാദറിനെയും മദറിനെയും ആന്റിയെയും സഹോദരനെയും ഒക്കെ ഹാലലിയ ഇന്ന് പകൽക്കാലം ആ കുഞ്ഞിന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. എത്ര അത്ഭുതകരമായാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നത്. ഹാലലിയ, ഇങ്ങനെ ഒരു ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണം, ഇങ്ങനെ ഒരു ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം, ഇങ്ങനെ ഒരു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ ഓർത്ത് ഹാലലിയ ദൈവത്തിന് നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യത്തിൽ നാം വായിക്കുന്നു, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും ഹല്ലേലൂയ നാം നിലനിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യത്തിൽ നാം വായിക്കുന്നു, ഹല്ലേലൂയ, ഭംഗമില്ലാത്ത പ്രത്യാശ. ഹല്ലേലൂയ, ഈ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ആമീൻ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ഹല്ലേലൂയ നൽകപ്പെട്ടിരിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 5-ൽ ഹാലിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു, പ്രിയമുള്ളവരെ, ഈ പ്രത്യാശയ്ക്കായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ പ്രത്യാശയുടെ പൂർണ്ണതയ്ക്കായി ഹല്ലേലൂയ ദൈവസന്നിധാനത്ത് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ആ ക്രൂശിങ്കിലേക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ, നമ്മൾക്ക് വേണ്ടിയാണ് പാടുപെട്ടത്. ഏത് സുവിശേഷത്തിന്റെയും ഏത് സുവിശേഷകന്റെയും ഏറ്റവും വലിയ ഹല്ലേലൂയ വരച്ചു കാട്ടപ്പെടുന്ന ഒന്നേ ഒന്ന് ക്രൂശിങ്കൽ. വരച്ചു കാട്ടാത്ത ഒരു പ്രസംഗമല്ലല്ലോ. ഹാലലി, അങ്ങനെയെങ്കിൽ ആ ക്രൂശിങ്കിലേക്ക് നോക്കിയാട്ട് 2 കള്ളന്മാരുടെ നടുവില് ഹാലലി 3 ആണികളിന്മേൽ തറയ്ക്കപ്പെട്ട നമ്മുടെ കർത്താവ് ആവശ്യപ്പോൾ കൈപ്പാകുന്ന കാടി കൊടുത്തു. അവൻ കുടിക്കുവാൻ മനസ്സില്ലാതിരുന്ന് ഹാലലി ദീർഘനിശ്വാസത്തോടെ ഒരു ആസ്മാരോഗി ഹാലലി എപ്രകാരം ശ്വാസം വലിക്കുന്നു അപ്രകാരം നീണ്ടു വലിഞ്ഞ് ശ്വാസം എടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞില്ലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ, ഇവർ ചെയ്തത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, ഒന്ന് ക്ഷമിക്കുവാൻ മനസ്സില്ലാത്ത ക്രിസ്തീയ സമൂഹത്തിന്റെ നടുവിലാണല്ലോ നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലെ ഹല്ലേലൂയ രാത്രികാലം ഹല്ലേലൂയ ഒരു ചെറുപ്പക്കാരനെ കാറിടിച്ചു കൊന്നത് ഒരു വാക്കുതർക്കത്തിന്റെ പേരിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-3 ദിവസങ്ങൾക്ക് മുൻപ് UAE 3 സ്ത്രീകളെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഹല്ലേലൂയ ഒരു വാക്കുതർക്കത്തിന്റെ പേരിലാണ്. ഹല്ലേലൂയ. ക്ഷമിക്കുവാൻ മനസ്സില്ലാതെ ഹല്ലേലൂയ നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ ജനം എങ്ങോട്ടോ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമാണ് ഇവിടെ പറയുവാനുള്ളത്, ഞാൻ ഹല്ലേലൂയ സമാധാനം ഉണ്ടാക്കുവാനല്ല വന്നത്, ഞാൻ തീയിടുവാനാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ തന്നെ കത്തിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ ആ ക്രൂശിങ്കലെ ഹല്ലേലൂയ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ മാർവിലേക്ക് നമുക്കൊന്ന് വരുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം ഒന്ന് കഴിയട്ടെ. ഹല്ലേലൂയ. പ്രത്യാശയുടെ ഹല്ലേലൂയ ബഹിർസ്ഫുരണങ്ങൾ ഹല്ലേലൂയ ഭംഗമല്ലാത്തത്, ഭാഗ്യകരമായത്, നിശ്ചയവും സ്ഥിരതയുമുള്ളതുമായ ഹല്ലേലൂയ ഭംഗം വരാത്തതായ ആ പ്രത്യാശയിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എന്റെയും ജീവിതത്തില് ഹല്ലേലൂയ ഈ കോപത്തിൻ്റെതായ അനുഭവങ്ങള് വളരെയധികം പ്രതികൂലങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുവാനിടയായിട്ടുണ്ട്. എന്റെ ഒരു സാക്ഷ്യം പറഞ്ഞാൽ ഞാനൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു. പത്തനംതിട്ട ജില്ലയുടെ ഒരു കളക്ടറേറ്റ് യോഗത്തില് മീറ്റിംഗ് കർഫ്യൂവിനിടയില് പ്രശ്നമുണ്ടാക്കണമെന്ന് നിശ്ചയിച്ചു തന്നെ ഞങ്ങൾ അകത്ത് കടന്നു എന്ന് ഹല്ലേലൂയ വളരെ സമാധാനപരമായി നിരവധി ഹല്ലേലൂയ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഹല്ലേലൂയ നിരന്നു നിന്നുകൊണ്ട് കളക്ടറേറ്റിനെ ഘെരാവോ ചെയ്തിരിക്കുന്ന സമയത്ത് പ്രശ്നമുണ്ടാക്കണമെന്ന ഞങ്ങളുടെ നേതൃത്വത്തിന്റെ വാക്കുകൾ കൊണ്ട് ഹല്ലേലൂയ ഞങ്ങൾ കടന്നുപോയി SP-യുടെ ചെവിറ്റത്ത് അടിക്കുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് ആ സമയത്ത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉൾപ്പെടെ മുഴുവൻ വ്യക്തികളെയും അവര് ലാത്തി ചാർജ് ചെയ്യുവാനിടയായി. അന്ന് ആ പ്രദേശത്ത് കിടന്ന 25-ൽ പരം വണ്ടികൾ ഞങ്ങൾ തകർക്കുവാനിടയായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരൊറ്റ നിമിഷത്തെ ഒരു വ്യക്തികളുടെ പ്രലോഭനം നിമിത്തം ഒരു ഹല്ലേലൂയ ഒരു കളക്ടറേറ്റ് മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ കോപത്തിന്റെ വിദ്വേഷത്തിന്റെ ഒക്കെ ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വേർപെട്ടുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ അനേക വ്യക്തി ജീവിതങ്ങൾ ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരേണ്ടത് ആവശ്യമാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പൂർണ്ണമായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സ്ഥിരതയുള്ള
പ്രത്യാശ, ഈ സ്നേഹത്തിന്റെ പ്രത്യാശ കൈവിടപ്പെട്ടു പോകുന്ന ജനത്തിന്റെ മേല് ദൈവത്തിന്റെ ആത്മശക്തി വ്യാപരിക്കേണ്ടതിനായി തകർന്നു പോകുന്ന ജനത്തിനെ വീണ്ടെടുക്കുവാൻ തക്കവേണം ഞാനും ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ, ഒന്ന് പണിയപ്പെടുവാൻ ആഗ്രഹിക്കുന്ന എത്ര ജീവിതങ്ങൾ ഹാലലുയ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവർ പൂർണ്ണമായി ദൈവസന്നിധാനത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാലം ഹാലലിയ സ്ഥിരതയില്ലാത്ത ആത്മാവിനാൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെ തകർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന, ആത്മഹത്യയുടെ മുനമ്പിൽ കിടക്കുന്ന യുഎയുടെ പ്രദേശത്ത് മാത്രമല്ല, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ സമീപ പ്രദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ വിടുവിക്കുവാൻ ഒരു കാവലാളുകളായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുവാൻ തക്കവേണം. സ്വർഗം ഈ ദിവസങ്ങളിലിടയാക്കട്ടെ. അതിനായി നമുക്ക് ഉണർവോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ദൈവസന്നിധാനത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഏവരെയും ഒരുപോലെ ഈ പ്രത്യാശയുടെ വചനങ്ങളാൽ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. നല്ല പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ, ഭംഗമില്ലാത്തതായ പ്രത്യാശ, നിശ്ചയവും സ്ഥിരതയുമുള്ളതുമായ പ്രത്യാശ. ഈ പ്രത്യാശയാൽ ദൈവം നമ്മളെ വഴി നടത്തുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ മാനിക്കട്ടെ. ഹല്ലേലൂയ. ഇത്രയും സമയം എനിക്ക് വചനം ശുശ്രൂഷിക്കുവാൻ അവസരം തന്ന പരിശുദ്ധാത്മാവിനും ഹല്ലേലൂയ നമ്മളുടെ UAE ചാപ്റ്ററിനോടുള്ള ഹല്ലേലൂയ നന്ദിയെ അറിയിച്ചു കൊള്ളുന്നു. ദൈവം നമ്മളെ ഏവരെയും മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ബ്രദർ ബെന്നി. അനുഗ്രഹിക്കപ്പെട്ട ഒരാലോചന ഈ രാത്രി കർത്താവ് നമുക്ക് നൽകിയതോർത്ത് അക്കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രത്യാശ നൽകി തരാത്ത വാക്കുകളും വാർത്തകളും മനുഷ്യരും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഹല്ലേലൂയ ജീവനുള്ള പ്രത്യാശ, ദൈവിക പ്രത്യാശയെ കുറിച്ച് കേൾപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നമ്മെ ആശ്വസിപ്പിക്കുന്ന പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, ഭംഗമില്ലാത്ത പ്രത്യാശ, സ്ഥിരത ഉളവാക്കുന്ന പ്രത്യാശ. സ്തോത്രം. കൃപയിലേക്ക് നമ്മെ നടത്തുന്ന, കൃപയിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ദൈവിക പ്രത്യാശയെ കുറിച്ച് കേൾപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കർത്താവിന്റെ വരവിനെ കാത്ത് നാം ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്, ഇതേതെങ്കിലും ഒന്ന് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ, എന്തിരുന്നാലും കർത്താവിന്റെ വരവിൽ തന്നോടുകൂടി എടുക്കപ്പെടാനല്ല, കാഹളം ധ്വനിക്കുന്ന സമയത്ത് കർത്താവിനോടുകൂടെ ഹല്ലേലൂയ ചേർക്കപ്പെടുവാൻ ആ ഒരു ആവലോടും വാഞ്ചയോടും ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ നാം ജീവിക്കണം. പലപ്പോഴും നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം കർത്താവിലേക്ക് നാം അടുപ്പിക്കപ്പെട്ടതിന്റെ ആവശ്യകതയൊക്കെ മറന്നുപോകുന്ന കാലഘട്ടത്തിൽ ഈ ഒരു സന്ദേശം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന ആ ബോധ്യത്തോടെ നമുക്ക് ജീവിക്കണം. എന്ന് വെച്ചാൽ മഹത്വത്തിന്റെ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്ന ആ ക്രിസ്തു, സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ പ്രത്യാശ ഒരിക്കലും നമ്മിൽ നിന്ന് അകന്നു പോകത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. കഷ്ടത പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന ആ വാക്യം നാം റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ ഏത് സാഹചര്യത്തിലും കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം ഹല്ലേലൂയ. യോബ് ആ കഷ്ടതയുടെ നടുവിലും ആ കർത്താവിനോടുള്ള പ്രത്യാശ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, ആ പ്രത്യാശ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് കൃപ അവനെ ക്യാരി ചെയ്യാൻ, കൃപ അവനെ പൊതിയാനിടയായി. അതുകൊണ്ട് നമ്മുടെ കഷ്ടതയിലും ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രശംസിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഇത്രത്തോളം കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഈ ദിവസങ്ങളിൽ ഉത്തരം അരുളിയിരിക്കാൻ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്രത്തോളം പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. നാം കൂടിയ നിമിഷം മുതൽ ഈ നിമിഷം വരെയും കർത്താവിന്റെ വലിയ സൂക്ഷിപ്പിനകത്ത് കർത്താവ് നമ്മെ പൊതിഞ്ഞതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തുടർന്ന് ഹല്ലേലൂയ നാം പ്രാർത്ഥിച്ച യോഗം അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ സ്തോത്രം പ്രിയ വർഗീസ് പാസ്റ്റർ നമ്മുടെ മധ്യം ഉണ്ടല്ലോ. പ്രിയ ദേവദാസനെ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പ്രാർത്ഥനയും ആശീർവാദവും ചെയ്യുവാൻ പ്രിയ കർത്തൃദാസനെ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവ്യാലോചനകളെ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വലുവിനാ ദൈവം ഇന്ന് രാത്രികാലം നമുക്ക് കൃപ ചെയ്തല്ലോ. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ വലുവിനായ ദൈവടിയാക്കനാൽ ഇന്ന് രാത്രികാലം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസങ്ങളിൽ നമ്മുടെ വിഷയത്തിന്മേൽ ദൈവത്തിന് മറുപടി കാണുവാൻ
വലിയ ദൈവം കൃപ ചെയ്യട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം ഒന്നിച്ച് അല്പസമയം പ്രാർത്ഥനാത്തോടെ മീറ്റിങ്ങിനായിട്ട് വേർതിരിച്ചിരിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തിനാൽ ദൈവത്തെ മോത്തപ്പെടുത്താം. സൃഷ്ടിപ്പാൻ ദൈവമക്കളെ അവിടുന്ന് ബലപ്പെടുത്തില്ലോ. ഇന്ന് രാത്രി കാലം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കേൾപ്പിച്ച ആ ദിവ്യ അവതരത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. പലപ്പോഴും കോപം നമ്മെ തെറ്റിലേക്ക് നമ്മെ കൊണ്ടുപോകുമെങ്കിലും ഇന്ന് രാത്രി കാലം അതിനെയൊക്കെയും വിട്ട്, കോപത്തെയും ഈർഷകളെയും അമ്മയൊക്കെ വിട്ട് നമ്മൾ പ്രത്യാശയുള്ളവരായി മുന്നേറുവാൻ വലിയവനായ ദൈവം അവിടുത്തെ കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ ലോകപരമായ ചിന്തകളെ വിട്ട്, ലോകത്തിൻ്റെതായ മോഹത്തെ വിട്ട് കർത്താവിൽ പ്രത്യാശയുള്ളവരായി മുന്നേറുവാൻ വലിയവനായ ദൈവം നമ്മെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് ഇന്ന് രാത്രി കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാധുനിയുടെ മീറ്റിംഗ് ദേശത്ത് ലോകത്തിലെമ്പാടും അനേകർക്ക് അത് അനുഗ്രഹവും വിടുതലിനും കാരണമായി തീരുവാൻ, അനേകരെ രക്ഷയിലേക്ക് നയിപ്പാൻ തക്കവണ്ണം വലിയ ദൈവം കൃപ ചെയ്യട്ടെ. ഈ നാളുകൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, നന്ദിയോട് ഞങ്ങളെ വീണ്ടും വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പ്രാർത്ഥനാദിനയുടെ ചാപ്റ്ററിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇന്ന് രാത്രികാലം ദൈവപാദപുരത്തിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം അവിടുന്ന് കണ്ണ ചെയ്തല്ലോ. അങ്ങയുടെ ദയക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ നടത്തിയ ദൈവം, കഴിഞ്ഞ നാളിൽ ഞങ്ങളെ പരിപാലിച്ച കർത്താവ്, ഇന്ന് രാത്രികാലം അല്പസമയം വേർപെട്ട് അങ്ങയുടെ പാദപുരത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ തന്നിടയാക്കിയ സ്തോത്ര. കർത്താവെ, അനുഗ്രഹപ്പെട്ട ഗാനങ്ങൾ പാടി അങ്ങ് മോത്തപ്പെടുത്തുവാൻ, അനുഗ്രഹപ്പെട്ട ദൈവീയ ആലോചന കേട്ട് അങ്ങേ സ്തുതിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനൊക്കെ കർത്താവ് കൃപ ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവ്, അനേക വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ വലിയവനായ ദൈവം ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ഇന്ന് രാത്രി കാലം ഞങ്ങൾ അങ്ങനെ അർപ്പിച്ച സകല വിഷയത്തിന്മേൽ വലിയവനായ ദൈവത്തിന്റെ കരം അവിടുന്ന് വെളിപ്പെടുവാനാണ് മേന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസങ്ങൾ ആ വിഷയങ്ങൾക്ക് അമ്മേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കേട്ട് അമ്മ വിടുതൽ കേട്ട് ഞങ്ങൾ സന്തോഷിപ്പാൻ വലിയവനായ ദൈവം ഉയർന്ന് കണ്ണ് ചെയ്യണമേ. ഈ ചാപ്റ്ററിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രികാലം മീറ്റിംഗിലായിരിക്കുന്ന ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവങ്ങളിലേക്ക് തരികയാണ്. അവരുടെ ചെറുതുമല്ലമായ വിഷയത്തിന്മേൽ ദൈവം അവിടുന്ന് പ്രവർത്തിക്കണമേ. കർത്താവ്, ഇന്റർനാഷണൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവ്, എൻ്റെ ദാസിൽ കൂടി യഹോവയായ ദൈവം ചെയ്തെടുക്കുന്ന അത്ഭുത പ്രവർത്തികൾ, വീര്യ പ്രവർത്തികൾ ദൈവ അതേ ദേശത്തിന് ദൈവജനത്തിന് മധ്യേ അവയെ അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ വലിയവനായ ദൈവം ഇടയാക്കി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഇന്ന് രാത്രികാലം ഇതിന്റെ അധ്യക്ഷത വഹിപ്പാൻ കർത്താവെ ദൈവം ബലപ്പെടുത്തിയല്ലോ. അവിടുത്തെ ദയക്കായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. കൂടി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ആലോചന കേൾക്കുവാൻ തക്കോണ വലിയവനായി ദൈവടയാക്കിനാൽ സ്തോത്ര. പ്രിയ യൂരി സിസ്റ്റർ മോഹനോ അതേ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിപ്പാൻ ദൈവടയാക്കിനാൽ സ്തോത്ര. കർത്താവ് അവിടുന്ന് തുടർന്ന് നിന്റെ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. യു ചാപ്റ്ററിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, യുഎയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദേശം ഒക്കെ അനുഗ്രഹപ്പെടുവാൻ സ്വർഗം ഇടയാക്കട്ടെ. ഇത്രത്തോളം ഞങ്ങളെ മാനിച്ചതേക്കായി സ്തോത്ര. ഈ സമയം ഞങ്ങൾ മടങ്ങി പോകട്ടെ. പ്രിയാത്ത സ്നേഹത്തിൽ മറക്കണമേ. ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കാണുവോളോ, ഒന്നിച്ച് ഞങ്ങൾ അങ്ങയുടെ നാട്ടിൽ കടന്നു വരുവോളോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവിടുന്ന് സൂക്ഷിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളിൽ യാചന കേട്ടതേക്കായി സ്തോത്ര. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കർത്താവേ, ദയതോന്ന് കേട്ട് ഉത്തരമുള്ളവാറാണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും ഇന്നുമുന്നേക്കും എല്ലായ്പ്പോഴും നമ്മളോർത്ത് പ്രാർത്ഥിക്കും കടപ്പെട്ട ഗൃഹത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരുടെ പേരും കർത്താവിന്റെ സ്നേഹവും സമാധാനവും ഇത് മുതലെപ്പോഴും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാണമേ. ആമേൻ, ആമേൻ, ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ, വേഗം വരണമേ. പ്രൈസിലോടെ കർത്താവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദീർഘനാളുകൾക്ക് ശേഷം നിങ്ങളെ എല്ലാവരും കാണുവാൻ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. പക്ഷെ